ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 54-ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്നത്തെ ക്ലാസ് വേൾഡ് ഹിസ്റ്ററിയിലെ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പി എസ് സി എക്സാമുകളിൽ 1-2 മാർക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു കഥ പോലെ ഇത് പഠിച്ച് കംപ്ലീറ്റ് ആക്കുന്നതാണ്. അതേപോലെ ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിനായി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. റഷ്യൻ വിപ്ലവം 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവം നടന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 റഷ്യൻ സാമ്രാജ്യത്തിൽ വെച്ച് നടന്ന ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. നമുക്കറിയാം, റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ബാൾട്ടിക് കടൽ മുതൽ കിഴക്ക് പസഫിക് സമുദ്രം വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു വലിയ സാമ്രാജ്യം തന്നെയായിരുന്നു റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അന്ന് 1894 റോമനോവ് ഡൈനാസ്റ്റിയിൽപ്പെട്ട സർ നിക്കോളാസ് രണ്ടാമനായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 12.5 കോടി ജനങ്ങളുള്ള ഒരു വലിയ സാമ്രാജ്യം, അത് തന്നെയാണ് റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്ത് 20-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്നാണ് റഷ്യൻ വിപ്ലവം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ, എന്നാണ് റഷ്യൻ വിപ്ലവം നടന്നത്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടൊരു ചോദിച്ച വർഷമാണ് 1917 റഷ്യൻ വിപ്ലവം നടക്കുന്നത്. എവിടെയാണ്? റഷ്യൻ സാമ്രാജ്യത്തിൽ തന്നെ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അന്ന് റഷ്യ ഭരിച്ചിരുന്നത് ഏത് രാജവംശത്തിൽപ്പെട്ട ആളുകളായിരുന്നു എന്ന് ചോദിച്ചാൽ റോമനോവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് അന്ന് റഷ്യ ഭരിച്ചിരുന്നത്. അന്ന് റോമനോവ് രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് സർ ചക്രവർത്തിമാർ എന്ന പേരിലാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ റോമനോവ് രാജവംശം, സർ ചക്രവർത്തിമാർ. 1894 മുതൽ റഷ്യ ഭരിച്ചിരുന്നത് സർ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ സർ നിക്കോളാസ് രണ്ടാമനാണ് 1894 മുതൽ റോമനോവ് ഡൈനാസ്റ്റി ഭരിച്ചിരുന്നത്. നമുക്കറിയാം, റഷ്യൻ വിപ്ലവം നടന്ന റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു. ഏകദേശം 12.5 കോടി ജനങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. എവിടെയാണ് ഈ പ്രദേശം വ്യാപിച്ചു കിടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ബാൾട്ടിക് കടൽ മുതൽ കിഴക്ക് പസഫിക് സമുദ്രം വരെ നീണ്ടു നിവർന്നു കിടന്ന ഒരു പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമാണ് ഏതെന്ന് പറയുന്നത് റഷ്യൻ സാമ്രാജ്യം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതായത് നമുക്കറിയാം, ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം റഷ്യൻ വിപ്ലവമാണ്. അപ്പോൾ ലോകത്തില് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് ഏതെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് എന്തെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ശരിക്കും ആരായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമനോവ് വംശജരായ സർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്. റോമനോവ് വംശജരായ സർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിൻ കീഴിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ശക്തിയാകാൻ റഷ്യ ശ്രമിച്ചിരുന്നു. അന്ന് നമുക്കറിയാം, ഈ പറയുന്ന താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങൾ, നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, അന്ന് ഈ പറയുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ 2 വിഭാഗങ്ങളായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ഒന്ന് ഫാമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗവും, അതേപോലെ ഒരു സൈഡിലാണെങ്കിൽ ലേബേഴ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ്, തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിരുന്നു അന്ന് റഷ്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള
ആളുകൾ അവരെ അടിച്ചമർത്തി അവസാനം അവരെന്ത് ചെയ്യുന്നു? സമത്വത്തിന് വേണ്ടി പോരാടുന്നു. ഇതാണ് എന്തിലേക്ക് എത്തിക്കുന്നത്? ഒരു വലിയൊരു വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അന്ന് ഈ പറയുന്ന നമുക്കറിയാം, അന്ന് റഷ്യയിൽ ഈ പറയുന്ന വ്യാവസായിക വിപ്ലവത്തിന്റെ ഒക്കെ ആ ഒരു കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ തൊഴിലാളികളൊക്കെ എന്താണ് നിലവിൽ 10ഉം 12ഉം 13ഉം മണിക്കൂർ വരെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഈ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ജോലിക്ക് തുല്യമായിട്ടുള്ള ഒരു വേതനം ലഭിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അതൊട്ട് അവർക്ക് കിട്ടിയിരുന്നുമില്ല. അന്നന്ന് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വേതനം പോലും അവർക്ക് ഫാക്ടറികളിൽ നിന്നും കിട്ടിയിരുന്നില്ല. ഇപ്പുറത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെയാണെങ്കിൽ എന്താണ് നിലവിൽ ഫാമേഴ്സ് ആണ്, കർഷകരാണ്. ആ കർഷകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എന്തില്ല? ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു സമത്വവും അവിടെയും ലഭിക്കുന്നില്ല. അന്ന് ഈ പറയുന്ന കർഷകർ ആർക്കു വേണ്ടിയാണ് പണിയെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുലാക്കുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടായിരുന്നു. അതായത് കുലാക്കുകൾ എന്നറിയപ്പെട്ടത് വൻകിട ഭൂ ഉടമകൾ അല്ലെങ്കിൽ കർഷകരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൂലാക്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൂലാക്കുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു സാധാരണക്കാരായിട്ടുള്ള കർഷകർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള വേതനവും അന്നന്നത്തെ അഷ്ടിക്കുള്ള വക പോലും ആർക്ക് ലഭിച്ചിരുന്നില്ല? ഈ പാവപ്പെട്ട കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പുറത്താണെങ്കിൽ തൊഴിലാളികൾ, അവരാണെങ്കിൽ മണിക്കൂറുകളോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് എന്താണ്? അവർക്ക് വേണ്ടത്ര വേതനം അവിടെയും ലഭിക്കുന്നില്ല. തുച്ഛമായ വേതനം കൊണ്ട് അവർക്കും അന്നന്നേക്കുള്ള ഓരോ ഭക്ഷണത്തിനുള്ള പൈസ പോലും കിട്ടാതിരിക്കുന്ന ഇപ്പുറത്തെ തൊഴിലാളികൾ, ഇപ്പുറത്തെ കർഷകര്, അങ്ങനെ പൊറുതി മുട്ടിയ ഇവരെല്ലാവരും കൂടി അവിടുത്തെ ഈ പറയുന്ന ഭരണകർത്താക്കൾക്കും രാജാക്കന്മാർക്കും ഭൂവുടമകൾക്കും ഫാക്ടറി ഉടമകൾക്കും എല്ലാവർക്കും എതിരെ പൊരുതിയ കലാപം. അതാണ് ഏതെന്ന് പറയുന്നത്? റഷ്യൻ കലാപം. എന്നാണ് മക്കളെ ഇത് നടന്നത്? 1917 പറഞ്ഞു. ഏത് നൂറ്റാണ്ടിലാന്ന് നമ്മൾ പറഞ്ഞു? ഏതാണ്? 20-ാം നൂറ്റാണ്ടിലാണ് റഷ്യൻ വിപ്ലവം നടന്നത്. അന്ന് ആരായിരുന്നു റഷ്യൻ സാമ്രാജ്യം ഭരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു റൊമനോവ് രാജവംശത്തിൽപ്പെട്ട സർ ചക്രവർത്തിമാരായിരുന്നു. 1894 മുതൽ അന്ന് ഭരിച്ചിരുന്നത് റൊമനോവ് രാജവംശത്തിലെ സർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. നിക്കോളാസ് രണ്ടാമനാണ് അന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും ഓർത്തു വെക്കുക. വ്യവസായവൽക്കരണത്തിന്റെ വ്യാപനം റഷ്യയിലെ തൊഴിലാളികളെ വൻതോതിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന് കാരണമായി. ഇതിനെയൊക്കെ പിന്തുണച്ചിരുന്ന ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും കർഷകരും തൊഴിലാളികളും സംഘടിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതാണ് പിന്നീട് എന്തിലേക്ക് വഴിവെച്ചത്? വലിയൊരു വിപ്ലവത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു വിപ്ലവം ഉണ്ടാകാനുണ്ടായ കാരണം, അല്ലെങ്കിൽ എന്തായിരുന്നു വിപ്ലവത്തിന്റെ ട്രിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. ഒന്നാമത്തെ കാര്യമാണ് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. അതായത് അവർക്ക് അവരുടെ സുഖലോലുഭങ്ങളിൽ മാത്രം മുഴുകിയിരുന്ന ഒരു പറ്റം ചക്രവർത്തിമാർ, താഴേക്കിടയിലുള്ള ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ഭരണകർത്താക്കൾ. അതേപോലെ തന്നെ കർഷകരും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം ഞാൻ പറഞ്ഞു. അതായത് നിലവിൽ ഈ പറയുന്ന കർഷകരെന്ന് പറയുന്നവര് കുലാക്കുകളുടെ അടിയാന്മാരായി ജീവിച്ചിരുന്ന ഈ പറയുന്ന കർഷകര്. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ 10ഉം 12ഉം 13ഉം മണിക്കൂർ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു. പക്ഷെ അവർക്ക് വേണ്ട വേതനം കിട്ടാത്ത ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. കാർഷിക മേഖലയിലെ ഉൽപാദനക്കുറവ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന കർഷകര് വളരെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൃഷി ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഉൽപാദനം ഒന്നും അവിടെ ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അവർക്ക് വേണ്ട ജോലി ചെയ്യാനുള്ള ആരോഗ്യം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു സബ്സിഡിയോ കാര്യങ്ങളോ പ്രോത്സാഹനമോ ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഭരണകർത്താക്കൾ നൽകുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഉൽപാദനം വളരെയധികം കുറയുന്നത്. അതേപോലെ തന്നെ കുറഞ്ഞ വ്യാവസായിക ഉൽപാദനം, മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ ജോലി എടുക്കുന്ന ആളുകൾക്ക് പിന്നെ എത്ര നല്ല രീതിയിൽ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി തുടങ്ങിയ എഴുത്തുകാരുടെ സ്വാധീനം. ആ കാലത്തുണ്ടായിരുന്ന നിലവിലത്തെ എഴുത്തുകാരാണ്, റഷ്യൻ എഴുത്തുകാരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി. അവരുടെ എഴുത്തുകൾ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? വിപ്ലവത്തെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിട്ടുണ്ട്. കാൾ മാർക്സ്, ഫെഡറിക് എംഗൽസ് ആവിഷ്കരിച്ച
ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും വിപ്ലവം ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആളുകളെ ചൊടിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം തന്നെയായിരുന്നു. നമ്മൾ ഓരോ വിപ്ലവങ്ങളും കാണുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 1857 വിപ്ലവം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായിരുന്നു പെട്ടെന്നുണ്ടായ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരുന്നു? മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ നിറച്ച എൻഫീൽഡ് റൈഫിൾ തോക്കുകൾ സൈന്യത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തതായിരുന്നു. അതേപോലെ തന്നെ ഓരോ വിപ്ലവങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ട്രിഗർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ കാരണം മതി, അതിൽ നിന്നുമാണ് പിന്നീട് വലിയ വലിയ വിപ്ലവങ്ങളും നൂറുകണക്കിന് ആളുകളുടെ കൊലയിലേക്കും പോകുന്നത് എന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് റഷ്യൻ വിപ്ലവ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ പേരാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി രൂപീകൃതമായത് 1898 നമുക്കറിയാം, ഏതൊരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ സമരങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി സംഘടിച്ചുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കും. അങ്ങനെ ആ പാർട്ടി ആയിരിക്കും പിന്നീട് എന്തിലേക്ക് വരുന്നത്? അധികാരത്തിലേക്ക് വരെ വരുന്നത്. അങ്ങനെ റഷ്യൻ വിപ്ലവ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പാർട്ടി ആയിരുന്നു ഏതെന്ന് പറയുന്നത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ, ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നാണ് മക്കളെ ഇത് രൂപീകൃതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1898 ഈ പാർട്ടി രൂപീകൃതമായത്. ആരായിരുന്നു ഇതിന്റെ ലീഡർ അല്ലെങ്കിൽ നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലെനിൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ്. ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ലെനിന്റെ പൂർണ്ണനാമം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ്. വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് എന്നതാണ് യഥാർത്ഥ നാമം ലെനിന്റെ. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, നമുക്കറിയാം ഏതൊരു പാർട്ടി വന്നു കഴിഞ്ഞാലും അതെന്തായാലും അതിൻ്റെ അകത്ത് രണ്ട് പക്ഷത്തിലുള്ള ആളുകൾ ഉണ്ടാവും. പിന്നീട് അത് എന്തായി മാറും? ഇത് ഒന്നെങ്കിൽ ഈ പാർട്ടി എന്നേക്കുമായിട്ട് നശിക്കും, അല്ലെങ്കിൽ ഈ പാർട്ടി സ്പ്ലിറ്റ് ആയിട്ട് ഒരു വിഭാഗക്കാര് ഒരു സൈഡിൽ നിൽക്കും, മറ്റൊരു വിഭാഗക്കാര് മറ്റൊരു സൈഡിലേക്കുമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടി രൂപീകരിച്ച് അതൊരു നല്ല രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ പാർട്ടി പൂട്ടിക്കെട്ടും. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് നിലവിൽ സംഭവിച്ചത്. 1898 റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകൃതമാകുന്നത്. അതിന്റെ തലവനായിരുന്നു വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് എന്നറിയപ്പെടുന്ന ലെനിൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വീണ്ടും റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് എന്ന് പറയുന്ന പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അതിൻ്റെ അകത്ത് ഒരു വിഭാഗമാണ് മെൻഷെവിക്കുകൾ. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ്. റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു മെൻഷെവിക്കുകൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നറിയപ്പെടുന്നതായിരുന്നു മെൻഷെവിക്കുകൾ. അപ്പൊ ഇതിൻ്റെ അകത്ത് ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്നത് മെൻഷെവിക്കുകളാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബോൾഷെവിക്കുകൾ. ഭൂരിപക്ഷം ബോൾഷെവിക്കുകളാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്തിന് റഷ്യൻ വിപ്ലവ സമയത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ടു. 1898 രൂപം കൊണ്ടത്. ആരായിരുന്നു ഇതിന്റെ നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവായിട്ടുള്ള ലെനിൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാണ് മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷം, അതേപോലെ ബോൾഷെവിക്കുകളാണ് ഭൂരിപക്ഷം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ലെനിനും ട്രോട്സ്കി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. തൊഴിലാളികൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ വളർത്തണമെന്നും പണിമുടക്കും വിപ്ലവവും മാർഗങ്ങളായി സ്വീകരിക്കണമെന്നുമാണ് ബോൾഷെവിക്കുകൾ വാദിച്ചത്. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം, ഈ പറയുന്ന ബോൾഷെവിക്കുകൾ എന്ന് പറയുന്ന ആൾക്കാരാണ് തീവ്രവാദി വിഭാഗം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഈ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു കാലഘട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പൊ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ബോൾഷെവിക്കുകൾ എന്ന് പറയുന്നത്. അതായത് അവർക്ക് തൊഴിലാളികൾക്ക് വിപ്ലവ ചിന്തകളൊക്കെ കുത്തിവെക്കുക, അതേപോലെ തന്നെ സംഘടിക്കുക, ശക്തരാകുക
എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡായിട്ട്, അതായത് പെട്ടെന്ന് സ്വാതന്ത്ര്യം വേണം, അതേപോലെ തന്നെ അവർക്ക് സമത്വം വേണം, അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരാണ് ബോൾഷെവിക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത് അതിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റ്, അതായത് മിതവാദി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെയുള്ള ഭയങ്കരമായിട്ടുള്ള പരിപാടികൾക്കൊന്നും പറ്റത്തില്ല. അപ്പൊ എന്താണ്, അത്യാവശ്യം ഇങ്ങനെ അങ്ങ് പോയാൽ മതി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകണം, സ്വാതന്ത്ര്യം സമത്വം ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് വരുന്ന വഴി എന്ത് ചെയ്യും, ലഭിക്കുന്നതായിരിക്കും, അതുവരെയും എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങ് പോവുക, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ഉള്ള ആൾക്കാരാണ് ഈ പറയുന്ന മെൻഷെവിക്കുകൾ എന്ന് പറയുന്നത്. അവരാണ് ന്യൂനപക്ഷം. ഓക്കെ, ബോൾഷെവിക് എന്ന് പറയുന്നതാണ് ഭൂരിപക്ഷം. അപ്പോൾ വിപ്ലവാത്മക ചിന്തകളും തൊഴിലാളികൾക്കിടയിൽ ഈ പറയുന്ന വിപ്ലവ ചിന്തകളും പണിമുടക്കും വിപ്ലവവും ഒക്കെ മാർഗമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആളുകളാണ് ആരെന്ന് പറയുന്നത്, ബോൾഷെവിക്കുകൾ. ഈ ബോൾഷെവിക്കുകളുടെ നേതാവാണ് ലെനിനും ട്രോട്സ്കി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ മെൻഷെവിക്കുകളുടെ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സാണ്ടർ കെരൻസ്കി. ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ രണ്ടായിട്ട് പാർട്ടി സ്പ്ലിറ്റ് ചെയ്തു, മെൻഷെവിക്ക് ബോൾഷെവിക്ക്. മെൻഷെവിക്ക് ന്യൂനപക്ഷം, ബോൾഷെവിക്ക് ഭൂരിപക്ഷം. മെൻഷെവിക്കുകളുടെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി, അതായത് മിതവാദി കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ. ഇനി ആരാണ് തീവ്രവാദി, അതായത് ബോൾഷെവിക്കുകളാണ് തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവിടെയാണ് വരുന്നത് ആരൊക്കെ, ഈ പറയുന്ന ലെനിനും ട്രോട്സ്കി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആ ഒരു സമയത്താണ് റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടന്നത് 1905. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ അത്രത്തോളം എന്താണ് റഷ്യൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് നമുക്ക് പറ്റും. കാരണം റഷ്യയെ പോലുള്ള ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ ജപ്പാൻ പോലുള്ള ഒരു രാഷ്ട്രം എന്ത് ചെയ്യാണ്, കീഴ്പ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചു കളയാണ് 1905 റൂസോ ജാപ്പനീസ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റൂസോ ജാപ്പനീസ് വാർ നടന്നപ്പോൾ 1905 റഷ്യ ജപ്പാന്റെ മുന്നിൽ പരാജയപ്പെടുവാണ്. അത് ആ നാട്ടിലെ ജനങ്ങളെ, അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും നിലവിലെ റഷ്യൻ ഭരണകൂടത്തോടുള്ള വിശ്വാസ്യത എന്നേക്കുമായിട്ട് എന്ത് ചെയ്യാണ്, നശിക്കുകയാണ്. അതും എന്തിലേക്ക് വഴിവെക്കുകയാണ്, മറ്റൊരു യുദ്ധത്തിലേക്കും അതേപോലെ തന്നെ വിപ്ലവത്തിലേക്കും ആളിപ്പടർത്തുകയാണ്. ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് സർ ചക്രവർത്തിമാർക്കെതിരെ ഒരു വിപ്ലവം നടക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികള് അതേപോലെ തന്നെ കർഷകര് ഇവരൊക്കെ അമിതമായ നികുതി ഭാരം കൊണ്ട് വളരെയധികം പൊറുതിമുട്ടിയിരിക്കുന്ന സമയം വീണ്ടും വീണ്ടും യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ഫണ്ട് ആവശ്യമാണ്, കാശ് ആവശ്യമാണ്. അപ്പോൾ അത് വീണ്ടും ആരിൽ നിന്നാണ് പിരിക്കുന്നത്? രാജാക്കന്മാരുടെ കയ്യിലില്ല. ആരിൽ നിന്നാ? ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്നാണ് ഇത് പിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അടിച്ചമർത്തി അവരെ പിഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്? വീണ്ടും ഒരു വിപ്ലവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് അവര് പടർന്ന് കയറുകയാണ്. സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങൾ, അങ്ങനെ തന്നെ ചോദിച്ചേണ്ട, അതറിയപ്പെട്ടതാണ് സോവിയറ്റുകൾ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ സമരങ്ങൾ നടത്താനായി വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് സോവിയറ്റുകൾ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? സമരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വിപ്ലവ സമയത്ത് റഷ്യയിൽ രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘം സോവിയറ്റുകൾ. സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ രൂപീകരിച്ച നിയമനിർമ്മാണ സഭയായിരുന്നു ഡ്യൂമ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു പാർലമെന്റ് രൂപീകരിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പോൾ സമരം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്? അങ്ങോട്ട് കൊടുമ്പിരി കൊള്ളുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? റഷ്യയില് പുതിയൊരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയാണ്. അതിന്റെ പേരാണ് ഡ്യൂമ. ഓക്കെ, അതിന്റെ പേരാണ് ഡ്യൂമ എന്ന് പറയുന്നത്. പോലീസ് സോവിയറ്റുകളെ അടിച്ചമർത്തുകയും പല നേതാക്കളും അറസ്റ്റിലാവുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ലെനിൻ സ്വിറ്റ്സർലൻഡിലേക്ക് നാട് കടത്തുന്നത്, അല്ലെങ്കിൽ ഒളിവിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ആ സമയം കൊണ്ട് സോവിയറ്റുകൾ എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘങ്ങൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ എന്താണ്, സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യയിൽ ഡ്യൂമ എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് രൂപീകരിച്ചു. ആ സമയം കൊണ്ട് തന്നെ ഈ പറയുന്ന സോവിയറ്റുകളെ, അതായത് തൊഴിലാളി സംഘങ്ങളെ ഒക്കെ പോലീസുകാർ അടിച്ചമർത്തി അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇതേ തുടർന്നാണ് ലെനിൻ എന്ന് പറയുന്ന വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് സ്വിറ്റ്സർലൻഡിലേക്ക് ഒളിവിൽ പോവുകയാണ്. അതോടുകൂടി തന്നെ
ഏകദേശം അതിൻ്റെ വിപ്ലവത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എന്ത് ചെയ്യാണ് ജനങ്ങൾ എത്തി. അത് ഒന്ന് കത്തിപ്പടർന്നത് വീണ്ടും എന്ത് ചെയ്യാണ് അസ്തമിക്കുകയാണ്. ഓക്കെ, സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയമാണ് ആ സമയത്ത് വരുന്നത്. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് കാൾ മാർക്സും ഫെഡറിക് എംഗൽസുമാണ്. ഉൽപാദനത്തിന് അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്ത ആശയ സംഹിത. ഓക്കെ, അതായിരുന്നു മാർക്സിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് കാൾ മാർക്സും ഫെഡറിക് എംഗൽസുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികൾ ആണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്ത ആശയ സംഹിതയാണ് മാർക്സിസം എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിന്റെ മാറ്റങ്ങളെ അടിസ്ഥാനം എന്ന് പ്രസ്താവിക്കുന്ന ആശയ സംഹിത. അതാണ് എന്തെന്ന് പറയുന്നത് മാർക്സിസം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിയോ ടോൾസ്റ്റോയി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി. റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യമാണ് ഭൂമി, ആഹാരം, സമാധാനം. ഭൂമി, ആഹാരം, സമാധാനം. ഇതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുദ്രാവാക്യങ്ങളാണ് കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ എന്താണ് റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റു മുഖ്യ മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാണ് കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പാവങ്ങൾക്ക്, അധികാരം തൊഴിലാളികൾക്ക്, സ്വാതന്ത്ര്യം എല്ലാവർക്കും. ഇതാണ് റഷ്യൻ വിപ്ലവത്തിന്റെ മുഖ്യ മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഭൂമി, ആഹാരം, സമാധാനം. ഭൂമി, ആഹാരം, സമാധാനം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മക്കളെ ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി അടുത്തൊരു ഇൻസിഡന്റ് ആണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ. എന്താണ് ഈ രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് 10-11 മണിക്കൂർ പണിയെടുക്കേണ്ടി വന്ന റഷ്യയിലെ ഫാക്ടറി തൊഴിലാളികൾ അവർക്ക് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾ ആവശ്യപ്പെട്ട് ഫാദർ ജോർജ് ഗാബോണിന്റെ നേതൃത്വത്തിൽ 1903 ഒരു സമിതി രൂപീകരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ സമയത്ത് 2 കാറ്റഗറിപ്പെട്ട ആളുകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതിലൊന്നാണ് ഈ പറയുന്ന നമ്മുടെ കർഷകർ എന്ന് പറയുന്ന വിഭാഗം, മറ്റൊന്ന് ഫാക്ടറി ലേബേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഫാക്ടറി ലേബേഴ്സ് എന്ന് പറയുന്നവർക്ക് 11-12 മണിക്കൂർ വരെയാണ് നിലവിൽ പണിയെടുക്കേണ്ടി വരുന്നത്. പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നില്ല? അവരാ പണിയെടുക്കുന്നതിൻ്റെതായിട്ടുള്ള യാതൊരു വേതനവും കമ്പനി ഉടമകൾ ഇവർക്ക് നൽകുന്നില്ല. അതിനെ തുടർന്ന് ഇവർ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന അവിടുത്തെ ചർച്ചിലെ തന്നെ ഒരു ഫാദർ ആയിട്ടുള്ള ഫാദർ ജോർജ് ഗാബോണിന്റെ അടുത്തേക്ക് ചെന്ന് അവിടെ ഒരു സമിതി രൂപീകരിക്കുകയും അന്ന് അവിടെ വെച്ച് അവരൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി നമുക്ക് എന്താണോ നമ്മുടെ ജോലി, ആ ജോലിക്ക് ആനുപാതികമായിട്ടുള്ള നമുക്ക് എന്താണ് വേതനം ലഭിക്കണം എന്നുള്ളത് നമ്മൾ ഇനി മുതൽ അവിടെ അധികാരികളുടെ അടുത്ത് പറയും. അതേപോലെ തന്നെ അതിനൊരു തീർപ്പ് കൽപ്പിക്കണം എന്നുള്ളത് അവരെന്ത് ചെയ്യാണ്? ആ ഒരു സമിതിയിൽ വെച്ച് രൂപീകരിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ്. അതെന്നാന്ന് ചോദിച്ചാൽ 1903 ഫാദർ ജോർജ് ഗാബോണിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരു സമിതി രൂപീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? തുടർച്ചയായിട്ടുള്ള 10-11 മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് അവർക്ക് അർഹതപ്പെട്ട കൂലി ലഭിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഓക്കെ, രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ്, നമുക്കറിയാം അന്ന് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള പെട്രോഗ്രാഡിലേക്കാണ് അവർ എന്ത് ചെയ്യുന്നത്? ഒരു മാർച്ച് നടത്തുന്നത്. അത് 1905 ജനുവരി 9. അപ്പോൾ ഈ പറയുന്ന 1903 സമിതിയൊക്കെ രൂപീകരിച്ച് എന്താണ് തീരുമാനമൊക്കെ എടുത്തു. പിന്നീട് അവരെന്ത് ചെയ്യാണ്? അത് ആവശ്യപ്പെടുകയാണ് ഫാക്ടറി ഉടമകളുടെ അടുത്ത്. പക്ഷെ ആ ആവശ്യം അവരെന്ത് ചെയ്യുന്നില്ല? അവര് നിലവില് അംഗീകരിക്കുന്നില്ല. വീണ്ടും അതെന്ത് ചെയ്യാണ്? ഇവര് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോവാണ്. അങ്ങനെ ഈ തൊഴിലാളികൾ എല്ലാവരും കൂടി റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള പെട്രോഗ്രാഡിലൂടെ വൻ മാർച്ച് നടത്തുകയാണ്. അത്
1905 ജനുവരി 9 ഓർത്തു വച്ചോ. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയാണ്. അപ്പോൾ പട്ടാളത്തിനെ അഴിച്ചുവിടുകയും പട്ടാളം ഈ മാർച്ച് വരുമ്പോൾ മാർച്ചിന് നേരെ വെടിവെക്കുകയും 100 കണക്കിന് തൊഴിലാളികളാണ് കൊല്ലപ്പെടുന്നത് ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ അവർക്ക് പോലും അറിയത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കുന്നത് എന്ന് പോലും. അങ്ങനെയാണ് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ആളുകളെ വെടിവെച്ച് കൊന്നുകളയുകയാണ്. അപ്പോൾ അങ്ങനെ കൊന്നുകളഞ്ഞ ആളുകൾ, ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ആളുകൾ, അവര് മരിക്കുമ്പോൾ അവർ പോലും അറിയുന്നില്ല ഞങ്ങൾ എന്തിനാണ് മരിച്ചു വീഴുന്നത്. അപ്പൊ അത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അന്ന് നടന്നത്. ആ ഒരു സംഭവത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? രക്തരൂഷിതമായ ഞായറാഴ്ച. എന്താണ്? രക്തരൂഷിതമായ ഞായറാഴ്ച എന്നാണിത് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 ജനുവരി 9 രക്തരൂഷിതമായ ഞായറാഴ്ച നടക്കുന്നത്. എന്നാണ്? 1905 ജനുവരി 9. എന്നാ അപ്പൊ സമിതി രൂപീകരിച്ചത് 1903. അതിനുശേഷം ജോർജ് കാബോന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ച് പിന്നീട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ആവശ്യം അംഗീകരിക്കുന്നില്ല. അതായത് തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല എന്നുള്ളത് അവരെന്ത് ചെയ്യാണ്, വീണ്ടും എന്തിലേക്ക് മാറ്റാണ്, ഒരു വിപ്ലവത്തിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ 1905 ജനുവരി 9 അവര് നിലവിൽ റഷ്യയുടെ തലസ്ഥാനമായ പെട്രോഗാഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പട്ടാളത്തെ ഇറക്കി വിടുകയും തുരുതുരാ വെടിവെച്ച് 100 കണക്കിന് ആളുകൾ എന്തിനു വേണ്ടിയാണ് എന്ന് പോലും അറിയാതെ മരിച്ചു വീഴുന്നു. ആ ഒരു സംഭവം അറിയപ്പെട്ടതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച, അതർവൈസ് നോൺ എസ് ബ്ലഡി സൺഡേ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാം ഫെബ്രുവരി വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം നടന്നത് മാർച്ചിലാണ്. 1917 മാർച്ച് റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിനിടയിൽ പട്ടിണി വ്യാപകമായതോടെ 1917 തുടക്കം മുതൽ പൊതുപണിമുടക്കുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ നിലവിൽ റഷ്യ പങ്കുചേരുകയും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാണ്, ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം റഷ്യക്ക് സംഭവിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായ ഒരു ദാരിദ്ര്യത്തിലേക്ക് ആ ഒരു സമയം മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോഴാണ് പണിമുടക്കുകൾ ആരംഭിക്കുന്നത്. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്കു വേണ്ടി തെരുവ് വീതികളിൽ പ്രകടനം നടത്തുകയാണ്. ലോകയുദ്ധത്തിൽ വച്ച് റഷ്യ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നും അതേപോലെ തന്നെ സർ ചക്രവർത്തിമാരുടെ കെട്ടഴിഞ്ഞ ഭരണം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു സമരക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു മാർച്ച് 8 ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതികളിലേക്ക് ഇറങ്ങുകയും അവര് ആവശ്യപ്പെട്ടു. അതേപോലെ തന്നെ അവർ മുഴക്കിയ മുദ്രാവാക്യമുണ്ടായിരുന്നു. അതിലൊന്നാണ് ലോക യുദ്ധത്തിൽ നിന്നും, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറണമെന്നും സർ ചക്രവർത്തിമാരുടെ ഭരണം എന്നേക്കുമായി അവസാനിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. മാർച്ച് 12 സൈന്യത്തിന്റെ നിരവധി റെജിമെന്റുകൾ കൂടി പണിമുടക്കുന്ന തൊഴിലാളികളോടൊപ്പം ചേരുകയാണ്. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയാണ്. അങ്ങനെ റഷ്യയിൽ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവം അറിയപ്പെട്ടതാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമന്റെ കുത്തഴിഞ്ഞ ഭരണത്തിന് ഒരു അടിത്തറയിട്ടത് ഏത് യുദ്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി റഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയും പകരം മെൻഷെവിക്കുകൾ, നമുക്കറിയാം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഏതായിരുന്നു ആ ഒരു പാർട്ടി എന്ന് പറയുന്നത്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ആ പാർട്ടിയുടെ സ്പ്ലിറ്റ് ചെയ്തതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ടുള്ള മെൻഷെവിക്കുകൾ, അതിന്റെ നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് പിന്നീട് എന്ത് ചെയ്യാണ്, നിലവിൽ വരികയാണ്. ഓക്കെ, താൽക്കാലിക ഗവൺമെന്റ് നേതൃത്വം നൽകിയ മെൻഷെവിക് നേതാവാണ് അലക്സാണ്ടർ കെരൻസ്കി. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, പരാജയപ്പെടുകയാണ്.
യുദ്ധത്തിലെ പങ്കാളിത്തം തുടരുവാൻ അവർ തീരുമാനിച്ചതിനെ ബോൾഷെവിക്കുകൾ എതിർക്കുകയാണ്. ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ രഹസ്യമായി റഷ്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ നമ്മുടെ എന്താണ് ലെനിൻ എന്ത് ചെയ്യാണ്, റഷ്യയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് നിലവിൽ ലെനിൻ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, സോവിയറ്റുകളെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തു. ആ ഒരു സമയമാണ് ഈ പറയുന്ന റഷ്യയിൽ നിന്നും നമ്മുടെ ലെനിൻ എങ്ങോട്ടേക്ക്, സ്വിറ്റ്സർലൻഡിലേക്ക് നാട് കടങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയം കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കി, അതായത് നമ്മുടെ മെൻഷെവിക്കുകളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ഭരണവും എന്ത് ചെയ്യാണ്, ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജനങ്ങളുടെ ഒരു പരാതിയും പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല, പരാജയപ്പെടുകയാണ്. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ ലെനിൻ സ്വിറ്റ്സർലൻഡിൽ നിന്നും റഷ്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ലെനിൻ അന്ന് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ വന്നപ്പോൾ ഫുൾ മൂടിക്കെട്ടിയ ഒരു ട്രെയിൻ ബോഗിയിൽ അദ്ദേഹം തനിച്ചായിരുന്നു യാത്ര ചെയ്തത് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരെങ്കിലുമായിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വിപ്ലവം വരും, പിന്നീട് എന്ത് ചെയ്യും, അവരും നാളെ സമരത്തിലേക്ക് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ കെട്ടിമൂടിയ ട്രെയിനിലായിരുന്നു ആരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്, നമ്മുടെ ലെനിനെ സ്വിറ്റ്സർലൻഡിൽ നിന്നും റഷ്യയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയാം ഫെബ്രുവരി വിപ്ലവം നടക്കുമ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു. ഈ വിപ്ലവത്ത് മുൻപന്തിയിൽ നിന്ന മറ്റു നേതാക്കളായിരുന്നു ലിയോൺ ട്രോട്സ്കിയും ജോസഫ് സ്റ്റാലിനും. യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അറിയാമെങ്കിൽ. യുദ്ധവും പട്ടിണിയുമല്ല, ആഹാരവും സമാധാനവുമാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഒക്ടോബർ വിപ്ലവം എന്താന്നുള്ളത് പഠിക്കാം. ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ച വർഷമാണ് 1917 നവംബർ. റഷ്യൻ കലണ്ടർ പ്രകാരം അറിയപ്പെടുന്നത് ഒക്ടോബർ എന്നാണ്. നവംബർ 7 തൊഴിലാളികളുടെയും സൈനികരുടെയും സോവിയറ്റുകളുടെയും സംയുക്ത മുന്നേറ്റത്തിന്റെ ഫലമായി പെട്രോഗ്രാഡ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പട്ടണങ്ങളെല്ലാം ബോൾഷെവിക്കുകൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ലെനിൻ ഇങ്ങോട്ട് വന്നതോടുകൂടി എന്ത് ചെയ്യാണ്, വീണ്ടും ബോൾഷെവിക്കുകൾ ശക്തി ആർജിക്കുകയാണ്. അതോടുകൂടി പെട്രോഗ്രാഡ് ഉൾപ്പെടെയുള്ള എല്ലാ തന്ത്രപ്രധാനമായിട്ടുള്ള റഷ്യൻ പട്ടണങ്ങളും ബോൾഷെവിക്കുകൾ പിടിച്ചെടുക്കുകയാണ്. കലാപത്തെ തുടർന്ന് രാജ്യം വിട്ടുപോയ മെൻഷെവിക് നേതാവ് കരൻസ്കിയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, നിക്കക്കള്ളിയില്ലാതെ മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി രാജ്യം വിട്ട് ഓടുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ലെനിനാണ് പോയത്, പക്ഷേ ഇപ്പൊ ആരാണ് പോകുന്നത്, അലക്സാണ്ടർ കെരൻസ്കി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രധാന പട്ടണങ്ങളും ആര് കയ്യേറി, ബോൾഷെവിക്കുകൾ കയ്യേറുകയാണ്. കലാപത്തെ തുടർന്ന് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് ലഭിച്ച സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെ കലാപം എന്ത് ചെയ്യാണ്, അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ ഒരു സമയത്ത് റഷ്യയുടെ അധികാരം ബോൾഷെവിക്കുകൾക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. അത് ഏത് വിപ്ലവത്തെ തുടർന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് സംഭവത്തെ തുടർന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ വിപ്ലവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റ് അധ്യക്ഷനാണ് ലെനിൻ എന്ന് പറയുന്നത്. 1918 ഫെബ്രുവരിയോടെ പുതിയ റഷ്യൻ സർക്കാർ രാജ്യത്തെല്ലായിടത്തും അധികാരം സ്ഥാപിക്കുകയാണ്. ബോൾഷെവിക് പാർട്ടി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് അങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് ബോൾഷെവിക് പാർട്ടി എന്ന് പറയുന്നത് പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലാണ് പിന്നീട് ബോൾഷെവിക് പാർട്ടി അറിയപ്പെടാൻ തുടങ്ങുന്നത്. ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ റീഡ് ആണ്. ഒക്ടോബർ വിപ്ലവത്തെ ആസ്പദമാക്കിയിട്ട് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന കൃതി രചിച്ചത് ജോൺ റീഡ് ആണ്. എന്താണ് അതിന്റെ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 days that shook the world. 10 days that shook the world എന്ന കൃതി രചിച്ചത് ജോൺ റീഡ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. എന്താണ് ഒക്ടോബർ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഓക്കെ, ഇനി റഷ്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1917 മുതൽ 1921 വരെ റഷ്യയിലുണ്ടായ ആഭ്യന്തര യുദ്ധ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു. റഷ്യയിലെ പഴയ ഭൂവുടമകളും മുതലാളിമാരും കൂടി രൂപീകരിച്ച വെള്ളപ്പടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ഭയപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്
ചില സഹായം നൽകിയിരുന്നു. അവർ റഷ്യയെ ആക്രമിച്ചു. ഈ യുദ്ധം അറിയപ്പെട്ടതാണ് ഇടങ്കോലിടൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇടങ്കോലിടൽ യുദ്ധം താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ വിപ്ലവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതേ തുടർന്ന് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ലെനിൻ കൈക്കൊണ്ട കുറെ നടപടികളുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ നടപടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അതായത് കർഷകർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ തുടർന്ന് നിലവിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് ലെനിൻ കൈക്കൊണ്ട നടപടികളായിരുന്നു കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു. ഉൽപ്പന്നങ്ങളിൽ അധികമായി ഉള്ളവ സർക്കാർ ഏറ്റെടുത്ത് മറ്റു ജനവിഭാഗങ്ങൾക്ക് വിതരണം നൽകി. വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം വേതനത്തിന് പകരമായി തൊഴിലാളികൾക്ക് തന്നെ നൽകുകയാണ്. ഇത്തരം നടപടികൾ അറിയപ്പെട്ടത് യുദ്ധകാല കമ്മ്യൂണിസം എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവില് റഷ്യയിലെ സാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ലെനിൻ കൈക്കൊണ്ട പുതിയ നടപടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. ഉൽപ്പന്നങ്ങളിൽ അധികമായുള്ളവ സർക്കാർ ഏറ്റെടുത്ത് മറ്റു ജനവിഭാഗങ്ങൾക്ക് വിതരണം നൽകി. വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം വേതനത്തിന് പകരമായി തൊഴിലാളികൾക്ക് തന്നെ നൽകി. ഇത്തരം നടപടികൾ അറിയപ്പെട്ടതാണ് യുദ്ധകാല കമ്മ്യൂണിസം എന്ന പേരിൽ. ഓക്കെ, ഇനി പുത്തൻ സാമ്പത്തിക നയം. റഷ്യയിൽ ലെനിൻ നടത്തിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1921. ഇതിൽ പ്രകാരം കർഷകർക്ക് ഇഷ്ടമുള്ള ധാന്യം കൃഷി ചെയ്യാനും ഉൽപ്പന്നങ്ങൾ പൊതു കമ്പോളങ്ങളിൽ വിൽക്കാനും സ്വാതന്ത്ര്യം നൽകുകയാണ്. സ്വകാര്യ മേഖലയിൽ ചില വ്യവസായശാലകൾ അനുവദിച്ചു. ഇതൊക്കെയായിരുന്നു പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ റഷ്യയിൽ ലെനിൻ നടത്തിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1921. ഇതിൽ പ്രകാരം കർഷകർക്ക് ഇഷ്ടമുള്ള ധാന്യം കൃഷി ചെയ്യാനും ഉൽപ്പന്നങ്ങൾ പൊതു കമ്പോളങ്ങളിൽ വിൽക്കാനും സ്വാതന്ത്ര്യം നൽകി. സ്വകാര്യ മേഖലയിൽ ചില വ്യവസായശാലകൾ എന്ത് ചെയ്യുകയാണ്? അതുമായി ബന്ധപ്പെട്ട് അനുവദിക്കുകയാണ്. അടുത്തത് സോവിയറ്റ് യൂണിയന്റെ ഉദയം. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായി. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, 1922 സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന വർഷം 1922. ഇതോടെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് 1922. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പിന്നീട് അറിയപ്പെടുകയാണ്. ഇനി റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വരാൻ കാരണമായ സംഭവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1924 റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത്. അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ എന്നാണ് പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1991. ഓക്കെ, അപ്പോൾ റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1924 റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത്. സോവിയറ്റ് യൂണിയൻ ലീഗ് ഓഫ് നേഷൻ അംഗമായത് അത് 1934 ഓർത്തു വയ്ക്കുക. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1991 സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടത്. ഓക്കെ, ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ. ലോകത്തിലാദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും സോവിയറ്റ് യൂണിയൻ ആണ്. നമുക്കറിയാം USSR ആണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. അപ്പോൾ ലോകത്തിൽ ആദ്യമായി അത് അവതരിപ്പിച്ചത് ആര് തന്നെയായിരിക്കും? സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. പഞ്ചവത്സര പദ്ധതികളെ തുടർന്ന് യൂണിയൻ ശക്തമായ ഒരു വ്യാവസായിക സൈനിക ശക്തിയായി മാറുകയാണ്. ഓക്കെ, 1929 ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന രാജ്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ മാത്രമായിരുന്നു. ഓക്കെ, അപ്പോൾ 1929 സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോവിയറ്റ് യൂണിയൻ ആണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേഴ്സണാലിറ്റി 1-2 തവണ PSC ഇത് ചോദിച്ചിട്ടുണ്ട്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റസ്പുട്ടിൻ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ തെമ്മാടിയായ സന്യാസി ആരാണ്?
റസ്പുട്ടിനാണ്. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് ഈ പറയുന്ന രാജ്ഞിയുടെ മകന് അസുഖമായപ്പോൾ ആ ഒരു സമയത്ത് അതിനെ ചികിത്സിക്കാനായിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ഈ റസ്പുട്ടിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ റസ്പുട്ടിൻ വരികയും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ എന്തോ കഴിവുകൊണ്ട് എന്ത് ചെയ്യുന്ന ഈ രോഗം ഭേദമാവുകയാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന സമയത്താണ് നമ്മുടെ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം പല പല യുദ്ധങ്ങളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ് ശ്രദ്ധ ചെലുത്തുകയാണ്. ആ ഒരു സമയം എന്ത് ചെയ്യാണ് രാജകാര്യങ്ങളിൽ പല തീരുമാനങ്ങൾ എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കാത്തൊരവസരത്തിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനം ആരുടെ വരികയാണ് റസ്പുട്ടിന്റെ വരികയാണ്. അങ്ങനെ ഈ പറയുന്ന ആ ഒരു രാജാവിന്റെ മകനെ സുഖപ്പെടുത്തി എന്നുള്ള ആ ഒരു കൺസിഡറേഷന്റെ പുറത്ത് അദ്ദേഹം രാജ്യകാര്യങ്ങളിലും ഇടപെടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഈ പറയുന്ന മന്ത്രിമാരെയും അതേപോലെ തന്നെ രാജ്യസദസ്സിലെ മറ്റു പ്രമുഖരെ ഒന്നും മാനിക്കാതെ റസ്പുട്ടിൻ നൽകുന്ന പല ആശയങ്ങളും രാജ്ഞിയും രാജാവും ശരിവെച്ച് അത് നടപ്പാക്കുകയാണ്. അതും വളരെയധികം ജനങ്ങളെ എന്ത് ചെയ്യുകയാണ് ക്ഷുഭിതരാക്കുകയാണ്. അതേപോലെ തന്നെ ഈ റസ്പുട്ടിൻ പല പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും തുടങ്ങിയതോടുകൂടി അവസാനം ഈ പറയുന്ന രാജ്യ കൊട്ടാരത്തിലെ തന്നെ മറ്റു പ്രമുഖ വ്യക്തികളും മന്ത്രിമാരും കൂടി എന്ത് ചെയ്യാണ് വിഷം കൊടുത്താണ് ഈ പറയുന്ന റസ്പുട്ടിനെ കൊന്നുകളയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും വൃത്തികെട്ട ഒരു മനുഷ്യനായിരുന്നു ആരെന്ന് പറയുന്നത് റസ്പുട്ടിൻ എന്ന് പറയുന്ന സന്യാസി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത്. ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെമ്മാടിയായ സന്യാസി ആരാണ്? റസ്പുട്ടിനാണ് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ പറയുന്ന രാജ്യകാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു, സുഖലോലുഭങ്ങളിൽ വളരെയധികം മുഴുകുന്ന ഒരു വ്യക്തിയായി മാറി. അതൊക്കെ എന്ത് ചെയ്യാണ് ഈ ജനങ്ങളെ വല്ലാതെ പൊറുതിമുട്ടിക്കുകയാണ്. അപ്പോൾ അവസാനം ഇദ്ദേഹത്തെ എന്ത് ചെയ്യാണ് വിഷം കൊടുത്താണ് കൽത്തുറുങ്കിൽ വെച്ച് വിഷം കൊടുത്ത് കൊന്നുകളയാണ് ഈ പറയുന്ന റസ്പുട്ടിനെ. ഇന്ത്യൻ റസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് VK കൃഷ്ണമേനോനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് റസ്പുട്ടിനാണ്. ഇന്ത്യൻ റസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? VK കൃഷ്ണമേനോനാണ്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് രൂപം കൊണ്ട നിശബ്ദമായ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേരാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് രൂപം കൊണ്ട സിനിമയാണ് ഏതെന്ന് പറയുന്നത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്നത്. ഏതാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ? ആരാണ് ഈ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് സെർഗി ഐൻസ്റ്റീൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീൻ ആണ്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലയുടെ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപത്തെയാണ് ഈ ഒരു രാഷ്ട്ര സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലിന്റെ പോരാട്ടവും അതേപോലെ തന്നെ എന്താണ് അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം, ഇതൊക്കെയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ആവിഷ്കരിക്കുന്നത്. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം ആ ഒരു പുസ്തകത്തെ ആധാരമാക്കിയാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ സംവിധാനം ചെയ്തത് സെർഗി ഐൻസ്റ്റീൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരനാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ വാൻ ചെക്കോവ്. ഓക്കെ, അപ്പോൾ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരായിരുന്നു മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ വാൻ ചെക്കോവ് എന്ന് പറയുന്നത്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കപ്പെടുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് മാക്സിം ഗോർക്കിയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ നിർമ്മിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ മാക്സിം ഗോർക്കി. ഇതാണ് ലെനിൻ എന്ന് പറയുന്ന വ്യക്തി. റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ലെനിനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ് എന്നതാണ്
റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന ലെനിന്റെ യഥാർത്ഥ നാമമാണ് വ്ളാഡിമർ ഇല്യച്ച് ഉല്യനോവ്. 1919 മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയ നേതാവാണ് ആരെന്ന് പറയുന്നത് ലെനിൻ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ മോസ്കോയിലാണ് 1919 മൂന്നാം ഇന്റർനാഷണൽ വിളിച്ചുകൂട്ടിയത്. സോവിയറ്റ് യൂണിയന്റെ ആദ്യ പ്രീമിയർ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലെനിനാണ്. അപ്പോൾ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. റഷ്യയിൽ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കിയ നേതാവ്. അപ്പോൾ റഷ്യയിലെ യുദ്ധകാല കമ്മ്യൂണിസം, പുത്തൻ സാമ്പത്തിക നയം എന്നിവ നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ലെനിനാണ്. ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്ക്ര. ഇസ്ക്ര എന്ന് പറയുന്നത് ആരുടെയാ? ലെനിന്റെ പത്രമാണ്. ലെനിൻ അന്തരിച്ചത് 1924. ചുവപ്പുകാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത് ലെനിനാണ്. ചുവപ്പുകാവൽ സേന എന്ന സൈനിക വിഭാഗം രൂപീകരിച്ചത്. ലെനിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് റെഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ലെനിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് റെഡ് സ്ക്വയർ ആണ്. എന്തൊക്കെയായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് അത് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പൊ ഇതൊക്കെയായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്നത് വ്യാപകമാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ടും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മളിടുന്ന PDF നോട്ട്സ്, അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ, അതേപോലെ തന്നെ നമ്മുടെ നിലവിൽ എന്താണ് ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC എന്ന ടെലഗ്രാം ചാനലിലാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടതിന് ശേഷം ഇതിൻ്റെ PDF നോട്ടിന് വേണ്ടി ടെലഗ്രാമിൽ പോയി നോക്കിയാൽ മതി. കൃത്യം 9 മണിക്ക് വൈകിട്ട് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞാലുടൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പോൾ ഉണ്ടാവും. അതിൽ കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മക്കളെ, നമ്മളെല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റിവിഷൻ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് 10 പൈസ മുടക്കില്ലാതെയാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ക്ലാസ് ഉണ്ട് കറക്റ്റായിട്ട്, അതേപോലെ തന്നെ PDF നോട്ട് ഉണ്ട്, അതേപോലെ തന്നെ റിവിഷൻ ഉണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ നിങ്ങളത് ക്ലാസ് കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലായി എന്നറിയാൻ വേണ്ടി ഡെയിലി ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സും മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളൂ. കാരണം എന്താണ്, നമുക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഷെയർ, സപ്പോർട്ട്, അതേപോലെ തന്നെ ലൈക്കാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് തരുന്നത് അത് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തായാലും നമ്മൾ എല്ലാ മന്ത് എൻഡ് ആവുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് എങ്കിലും പഠിക്കുക. അതിൻ്റെ PDF നോട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ അകത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്
റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് ഈ പറയുന്ന നമ്മുടെ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് ഇത് നടക്കുന്നത്. 1917 അന്ന് സർ ചക്രവർത്തിയായിരുന്നത് നിക്കോളാസ് രണ്ടാമനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ വിപ്ലവം ഉണ്ടാകാനുണ്ടായ കാരണം ഏകാധിപത്യ ഭരണവും അതേപോലെ തന്നെ എന്താണ് കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതപൂർണമായ ജീവിതം, കാർഷിക മേഖലയിലെ ഉൽപാദനക്കുറവ്, ഇതൊക്കെയാണ്. ഓക്കെ, അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാർട്ടി രൂപീകൃതമായി. അതാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. രണ്ടായിട്ട് സ്പ്ലിറ്റായി, മെൻഷെവിക്ക്, ബോൾഷെവിക്ക്. അതേപോലെ തന്നെ എന്താണ് രക്തരൂഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ. എന്തിനു വേണ്ടിയിട്ടാ? ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ജോർജ് ഗാബോണും സംഘവും ആദ്യം സമിതി രൂപീകരിച്ച് പിന്നീട് എന്ത് ചെയ്യുന്നു? പ്രതിഷേധ മാർച്ച് നടക്കുന്നു. അതിനെതിരെ പട്ടാളം വെടിയുയർത്തി 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. അതേപോലെ ഫെബ്രുവരി വിപ്ലവം, അതായത് നിക്കോളാസ് രണ്ടാമന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച വിപ്ലവമാണ് ഏതെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവം. അതോടുകൂടി ആർക്കാണ് അധികാരം കിട്ടുന്നത്? ഈ പറയുന്ന കെരൻസ്കിക്കാണ് അധികാരം കിട്ടുന്നത്. ബോൾഷെവിക്ക് അന്ന് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം കെരൻസ്കി ചേർന്നു. പിന്നീട് ഒക്ടോബർ വിപ്ലവത്തെ തുടർന്നാണ് ആര് വരുന്നത്? ഈ പറയുന്ന ബോൾഷെവിക്കുകൾ വരുന്നത്. പുതിയ ഭരണ പരിഷ്കാരങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യാണ്? റഷ്യയിൽ വരികയാണ്. പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നു. അതേപോലെ തന്നെ എന്താണ് യുദ്ധകാല കമ്മ്യൂണിസം, ഇതൊക്കെ ലെനിന്റെ നേതൃത്വത്തിലാണ്. പഞ്ചവത്സര പദ്ധതി ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയുടെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലെനിൻ എന്ന് പറയുന്ന നേതാവ് നമുക്കറിയാം, റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് വ്ളാഡിമർ ഇല്ലിച്ച് ഉല്യനോവ് എന്നറിയപ്പെടുന്ന ലെനിനാണ്. ഓക്കെ, റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളായിരുന്നു 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത കർഷകർക്ക് അത് വിതരണം ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിന്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും ഒരു ക്ലാസ്സുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.